പിണറായി വിജയൻ ഉറങ്ങാത്ത ദിവസമായിരുന്നു കഴിഞ്ഞു പോയത് ഇന്നലെ. അതെന്താ അതിനു മുമ്പ് പിണറായി ഉറങ്ങിയിട്ടില്ലെന്ന് ചോദിക്കും. പിണറായി ഉറങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ പോലും പിണറായി സുഖമായി മെയ് 4-ാം തീയതി ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം തോക്കുമെന്ന് അറിയാമായിരുന്നല്ലോ, കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നല്ലോ. ജനം വെറുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു കൂട്ടുന്നത് പോലെയായിരുന്നു പിണറായിയുടെ പ്രവർത്തികൾ. അതുകൊണ്ട് തോറ്റുപോകുമെന്ന് പിണറായിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പോയി സമാധാനത്തോടെ ഉറങ്ങി. ഇപ്പോൾ 3,00,000 രൂപ വാടക കൊടുക്കുന്ന സെൻട്രൽ എയർ കണ്ടീഷണറിങ് സംവിധാനമൊക്കെയുള്ള ഒരു വലിയ വീട്, പണ്ട് ആശുപത്രി ആയിരുന്നു, പ്രസവാശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് പിണറായി വിജയൻ. അവിടെ പിണറായി എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിലാണ് കഴിയുന്നതെങ്കിൽ ഇന്നലെ ഉറങ്ങിയില്ല. കാരണം മമ്മൂട്ടി തേച്ചു. മമ്മൂട്ടി ആരാ? മമ്മൂട്ടി പിണറായി വിജയൻ്റെ സ്വന്തം ചാനലായ കൈരളി ടി വിയുടെ ചെയർമാൻ. നല്ല സഖാവാണെന്ന് മമ്മൂട്ടി ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പിക്കാറുണ്ട്. പിണറായി വിജയനും സി പി എമ്മുകാരും പറയുന്ന മമ്മൂട്ടി നമ്മുടെ ആളാണ്, സഖാവ് മമ്മൂട്ടി എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അതെന്തുമാവട്ടെ, മമ്മൂട്ടി അങ്ങനെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രകടമായി പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനകളിലൂടെ ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടി എന്ത് പണിയാണ് കാണിച്ചത്? മമ്മൂട്ടി വയനാട്ടിൽ പോയിരുന്നല്ലോ. പിണറായി വിജയൻ പറഞ്ഞിട്ട് ആദ്യം മോഹൻലാലിനെ കൊണ്ടൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത്, പ്രൊമോഷൻ വീഡിയോ PRDയെ കൊണ്ട് ഷൂട്ട് ചെയ്ത്, ഞാൻ സന്യാസിയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ത്യജിച്ചെനിക്ക് ഹിമാലയത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് രാമായണത്തിലെയും ഗീതയിലെയും വചനങ്ങളൊക്കെ ഉരുവിടുന്ന പിണറായി വിജയനെ മോഹൻലാൽ അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത ഷോ മമ്മൂട്ടിയുടെ ആയിരുന്നു. മമ്മൂട്ടി വയനാട്ടിൽ പോയി സർക്കാർ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വീടുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടി പോയത്. അപ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറി ഓവർ സ്മാർട്ടായപ്പോൾ മമ്മൂട്ടി അനിഷ്ടം പ്രകടിപ്പിച്ചു. അത് ക്യാമറ കണ്ണിൽ പതിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി. അവസാനം മമ്മൂട്ടിയെ സഖാക്കന്മാർ ചീത്ത പറയാൻ തുടങ്ങി. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയെ പറയാൻ മാത്രമായ മമ്മൂട്ടി, ആരടാ മമ്മൂട്ടി, പിടികടാ അവനെ തട്ടടാ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിക്ക് എതിരെ തെറിയഭിഷേകം. അങ്ങനെ തെറിയഭിഷേകം നടത്തിയപ്പോൾ സഖാവ് പിണറായി വിജയൻ വന്ന് മമ്മൂട്ടിയെ ന്യായീകരിച്ചു. മമ്മൂട്ടിയാണ് ശരിയെന്ന് പറഞ്ഞു. തെറി പറഞ്ഞ സഖാക്കന്മാരെയൊക്കെ വിരട്ടി മമ്മൂട്ടിയുടെ കൂടെ പാറ പോലെ എന്ന് നിന്നു. അതാണ് മമ്മൂട്ടിയും പിണറായിയും തമ്മിലുള്ള ബന്ധം. പക്ഷെ പിണറായി തോറ്റതിന് ശേഷം, മുഖ്യമന്ത്രി ആയതിനു ശേഷം, കേരളത്തിലെ ഏറ്റവും വലിയ പരാജയം CPM-ന് സമ്മാനിച്ചതിന് ശേഷം, അല്ലയോ മഹാനടനായ മമ്മൂട്ടി, അങ്ങ് ചെയ്തത് ശരിയാണോ? സതീശന് സ്വീകരണം കൊടുക്കുന്ന പരിപാടിയിൽ സതീശൻ്റെ കൂടെ അങ്ങ് ഇരുന്നില്ലേ? സതീശനെ പുകഴ്ത്തിയില്ലേ? സതീശനോട് തമാശ പറഞ്ഞില്ലേ? ഇതൊക്കെ കാണുമ്പോൾ മമ്മൂട്ടിക്കറിയാമോ പിണറായി വിജയൻ്റെ ചങ്ക് പിടയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മമ്മൂട്ടി, യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയുന്ന മമ്മൂട്ടി നിങ്ങളുമോ എന്ന് പിണറായി വിജയൻ ഓർത്തിരിക്കും. കാരണം അതിൻ്റെ തലേദിവസമാണ് പറവൂരിൽ വലിയ സ്വീകരണം നടന്നപ്പോൾ മോഹൻലാൽ, മലയാളത്തിൻ്റെ നടന വിസ്മയമായ മോഹൻലാൽ അവിടെ ചെന്നു. മോഹൻലാൽ ഈ പറഞ്ഞതുപോലെ സതീശൻ്റെ കൂടെ ഇരുന്നു, സതീശൻ്റെ ഒപ്പം സംസാരിച്ചു, ചിരിക്കുന്ന ചിത്രങ്ങൾ വന്നു. എന്നിട്ട് മോഹൻലാൽ ഒരു പ്രസംഗവും നടത്തി. എന്താ പ്രസംഗിച്ചത്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരാൾ മുഖ്യമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ടത് ചരിത്രത്തിലാദ്യമാണ്. കേരളത്തിലെ ജനം മുഴുവനൊന്നും ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടത് ആരാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. മോഹൻലാലിനത് മനസ്സിലായിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ തന്നെ മോഹൻലാലിനത് മനസ്സിലായെങ്കിലും ഇരിക്കട്ടെ, സതീശനൊരു പൊൻപണം, കുതിരപ്പവൻ എന്ന തരത്തിൽ ഒന്ന് സതീശനെ പൊക്കിയതായിരിക്കാം. എന്തു ആവട്ടെ, അങ്ങനെയാണല്ലോ, കാറ്റിനൊത്ത് നീങ്ങണം എന്നാണ് പറയുന്നത്. അപ്പം മോഹൻലാലും പുകഴ്ത്തി. അപ്പോഴും മമ്മൂട്ടി പറഞ്ഞു മോഹൻലാൽ പുകഴ്ത്തി, പിന്നെ പോട്ടെ, മോഹൻലാൽ പണ്ടേ സംഖ്യയാണല്ലോ, അതുകൊണ്ട് സതീശൻ സംഖ്യയാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അച്ഛൻ്റെ പേരിൻ്റെ കൂടെ മേനോൻ എന്നുള്ള വാല് കിളിർപ്പിച്ച് കാണിച്ചതിൽ മീഡിയ വണ്ണിൻ്റെ സങ്കടം ഇതുവരെ തീർന്നിട്ടില്ല. മുക്കാൽ മീഡിയ കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. മേനോൻ വാൽ പുറത്തെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. പണ്ട് സംഘപരിവാരത്തിൻ്റെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടിയിൽ സതീശൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉള്ളിൽ കാക്കി ട്രൗസറാണ് സതീശൻ എന്നൊക്കെ ഇടയ്ക്ക് ചില സഖാക്കൾ പറയുമെങ്കിലും സതീശൻ ഒന്നാന്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകാരനാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ഏതായാലും മോഹൻലാൽ അതിൽ പങ്കെടുത്തു. അപ്പോഴും പ്രതീക്ഷ മമ്മൂട്ടിയിലായിരുന്നു. പക്ഷെ തകർത്ത് കളഞ്ഞല്ലോ മമ്മൂട്ടി പിണറായിയുടെ ഹൃദയത്തെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇനി ആരുണ്ട്? അതിനുശേഷം നമ്മുടെ കുറേ നടിരത്നങ്ങൾ അറിയില്ലേ, മഞ്ജു വാര്യർ പിണറായിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊമോഷൻ പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. പിണറായി പങ്കെടുക്കുന്ന പല പരിപാടികളിലും നിത്യ സാന്നിധ്യമായിരുന്നു. ഒടുവിൽ ഭാവന വന്നിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട നടി. ഇവരെല്ലാം ഒരു തരത്തിൽ സിനിമാ സൂപ്പർ താരങ്ങളെയും മലയാളത്തിൽ താരപരിവേഷമുള്ള നടിമാരെയും ഒക്കെ ഉപയോഗിച്ചു വലിയ കാമ്പയിൻ നടത്തി. പിണറായി കേരളത്തിലെ മുടിചൂടാ മന്നനാണ്, കേരളത്തിന് പിണറായി ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് പിണറായി വിജയൻ എന്ന് സ്ഥാപിച്ചെടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് പിണറായി വിജയൻ. തോറ്റുപോയി. ജനം പറഞ്ഞു ഈ പരിപാടിയൊക്കെ കണ്ടു, സംഗതി കൊള്ളാം ജോൺ,
പക്ഷെ വീട്ടിൽ ഇരുന്നാൽ മതി, ഇക്കുറി CPM വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പിള്ളേർ മുദ്രാവാക്യം വിളിച്ച പോലെ പിണറായിയെ വീട്ടിലിരുത്തി. ഇനി പിണറായിക്ക് ആരുണ്ട്? പിണറായിക്ക് ആരുണ്ട് എനിക്കിനി എന്ന് പിണറായി നിലവിളിച്ചാൽ ഉറപ്പായിട്ട് ഒരാൾ പറയും ഞാനുണ്ട് എന്ന് പറയും. ആരാണെന്നറിയോ? അത് നമ്മുടെ ഭീമൻ രഘു മാത്രമേ ഇപ്പൊ പിണറായി വിജയന് കട്ടയ്ക്ക് കൂടെ നിൽക്കാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിപ്പുണ്ടല്ലോ. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരിക്കുമ്പോൾ കൈകെട്ടി നിന്ന് പ്രതിമ പോലെ നിന്ന ആ ഭീമൻ രഘുവിനെ ഓർക്കുന്നില്ലേ? എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ, പാർട്ടി തന്നാൽ ഞാൻ മത്സരിക്കുമെന്നൊക്കെയുള്ള മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ കിട്ടിയില്ല, പാർട്ടി പരിഗണിച്ചില്ല, സീറ്റും കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ വേണേൽ പിണറായിക്ക് നോക്കാവുന്നതാണ്. പിണറായിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഈ ഭീമൻ രഘു അല്ലാതെ ആരും ഇല്ലാത്തതുകൊണ്ട് ഭീമൻ രഘുവിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ തനിക്കെതിരെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ, ഏറിയ കമ്മിറ്റികളിൽ ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും പിണറായി വിജയൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഭീമൻ രഘുവിനെ പോലെ ഒരു തടിമാടനെ കൊണ്ടിരുത്തിയാൽ പിണറായിക്ക് അത്യാവശ്യം ബോഡി ഗാർഡിൻ്റെ രക്ഷ കിട്ടുകയും ചെയ്യും. ഇപ്പം ഈ ഓടിച്ചിട്ട് പിള്ളേരെ തല്ലുന്ന അനിൽകുമാറും സന്ദീപും ഒക്കെ പണി മേടിച്ച് വീട്ടിലിരിക്കാൻ പോവുക. അതുകൊണ്ട് ഒരു നല്ല ഗുണ്ടാലുക്കുള്ള ഒരാളെ കിട്ടണം. ഇയാൾ പറഞ്ഞ പോലീസുകാരനെ മറ്റോ ആയിരുന്നു തോന്നുന്നത് ഭീമൻ രഘു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ഈ സിനിമാക്കാരുടെ കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്കാണ് പ്രേക്ഷകരെ അറിയാവുന്നത്. എൻ്റെ ഒരു ഓർമ്മ ഇദ്ദേഹം പോലീസിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പോലീസുകാരൻ അങ്ങനെയാണെങ്കിൽ പോലീസുകാരൻ്റെ ഫലവും ചെയ്യും. കണ്ട ഒരു ഗുണ്ട ലുക്ക് കൊണ്ട് സിനിമയിലൊക്കെ ആണെങ്കിൽ 100 കണക്കിന് ആളുകളെ ഠമാർ ഫടാർന്ന് തട്ടിയിട്ടുള്ള ആളുമാണ് ഭീമൻ രഘു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭീമൻ രഘു മാത്രമേ തനിക്ക് ബാക്കിയുള്ളൂ എന്ന് കണ്ട് പിണറായി വിജയൻ സഖാവ് ഭീമൻ രഘുവിനെ ഒന്നെങ്കിൽ തൻ്റെ സുരക്ഷാ സംഘത്തിലോ അതല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലോ എടുക്കാനുള്ള നടപടി എടുത്താൽ വളരെ നന്നായിരിക്കും. എന്നാലും എൻ്റെ മമ്മൂട്ടി, എന്നാലും എൻ്റെ മോഹൻലാലെ, പാവം പിണറായിയെ ഈ ആപത്ത് കാലത്ത് നിങ്ങളിങ്ങനെ തേക്കേണ്ട കാര്യമില്ലായിരുന്നു. സതീശൻ്റെ കൂടെ ഇരുന്നുള്ള ആ ചിരിയും പ്രസംഗങ്ങളും കാണുമ്പോൾ പിണറായിയിലെ പാവം മനുഷ്യൻ്റെ ചങ്ക് പടയുന്നത് നിങ്ങൾ കാണേണ്ടതായിരുന്നു. യു ടു ബ്രൂട്ടേഴ്സ് എന്ന് വീണ്ടും വീണ്ടും പിണറായി വിജയൻ ഇന്നലെ ആയിരിക്കും പറഞ്ഞത്. കാരണം മോഹൻലാൽ പോയതുകൊണ്ട് വലിയ പരിഭവമൊന്നും ഇല്ലായിരിക്കും. മോഹൻലാലിനെ പിന്നെ അന്ന് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് PRD വിളിച്ച് വരുത്തി ഒരു ഇൻ്റർവ്യൂ നടത്തി അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുമായി ഷൂട്ട് ചെയ്തത്. മമ്മൂട്ടി അങ്ങനെയല്ലല്ലോ. മമ്മൂട്ടി നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചാനലിൻ്റെ മുതലാളിയും കൂടിയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പോയിട്ട് സതീശൻ്റെ പരിപാടിയിൽ പോയിട്ട് ഒരു പൊളിറ്റിക്കൽ പരിപാടി, സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ പോയാൽ പിണറായി വിജയൻ ഇത്രയും സങ്കടം വരത്തില്ല. പക്ഷേ GCDയുടെ മറ്റേ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടല്ലോ, കൊച്ചിയിൽ കടവന്തറയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം, GCDA ആഫീസിനോട് ചേർന്നുള്ള സ്ഥലം. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ ഗംഭീരമായ സ്വീകരണ പരിപാടിയിലാണ് മമ്മൂട്ടി സതീശനെ അങ്ങ് പുകഴ്ത്തുകയും കൂടെ ഇരുന്ന് ചിരിച്ചുല്ലസിക്കുകയും ചെയ്തത്. സഖാക്കളെ, കാറ്റ് മാറുന്നതനുസരിച്ച് നാടും മാറും. ഇത് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല. പിണറായി വിജയൻ ഒരു കാറ്റിനെയും കൂസാതെ നിൽക്കുന്ന ആളാണ് താനെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടിയെ മുച്ചൂടും മുടിച്ച ഗോർബച്ചേവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് ബാക്കിയുണ്ടെങ്കിൽ, കനൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആളിക്കത്തിക്കാൻ ഊതി നോക്കുന്നത് നല്ലതായിരിക്കും. ഭീമൻ രഘു കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ നിരന്തരം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഇന്ത്യ ലൈവ് എന്നും ഉണ്ടാവും. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്തേക്കണേ.